വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം 5 പാക് വിമാനങ്ങൾ തകർത്തതായി സ്ഥിരീകരിച്ച് വ്യോമസേന മേധാവി AP സിംഗ്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരണം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചിരികാൻ. ശ്രീകാന്ത്, ഓപ്പറേഷൻ സിന്ദൂറിൽ 5 പാക് വിമാനങ്ങൾ തകർത്തതായാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വ്യോമസേന മേധാവിയാണ് സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് വ്യോമസേനാ മേധാവി AP സിംഗിന്റെ പ്രതികരണത്തോടെയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേന പാക് വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. 5 പാക് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടു എന്നുള്ളതാണ് വ്യോമസേനാ മേധാവി AP സിംഗ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ പൈലറ്റുമാർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. സിവിലിയൻ കാഷ്വാലിറ്റി ഇല്ലാതെ പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകളും വിമാനങ്ങളും അതോടൊപ്പം തന്നെ പൈലറ്റുമാരെയുമാണ് തകർത്തത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പാക് വ്യോമത്താവളങ്ങളിൽ തകർന്ന വിമാനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 5 പാക് ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് കടന്ന് ആക്രമണം നടത്താമെന്ന 5 പാക് ഫൈറ്റർ ജെറ്റുകൾ തകർത്തു എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യോമസേനാ മേധാവി പറയുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാന് നേർക്ക് നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് അത് അതിരൂക്ഷമായ ആക്രമണമാണ്. പാകിസ്ഥാന് വലിയ തോതിൽ തിരിച്ചടി നേരിട്ടു. അതിനെ തുടർന്ന് പാകിസ്ഥാൻ സ്വമേധയാ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയാണ് ഉണ്ടായതെന്നും പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ വെടിനിർത്തൽ എന്നുമുള്ള നേരത്തെയുള്ള പ്രസ്താവന, രാജ്യത്തിന്റെ പ്രസ്താവന ശരിവെക്കുന്നതാണ് AP സിംഗിന്റെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രതികരണം. നേരത്തെ അമേരിക്ക അതിന്റെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ നിന്നും മറ്റാരുമല്ല ഈ ഇന്ത്യയുടെ വിമാനങ്ങൾ എത്രണ്ണം തകർന്നു എന്ന് ചോദിച്ചത്. അത് ഒരേ ഒരു രാഹുൽ ഗാന്ധിയാണ്. അതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ തകർന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ പോലും ചോദിച്ചില്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ വിമാനങ്ങൾ എത്രണ്ണമാണ് തകർന്നത് എന്ന് ചോദ്യം കൊണ്ട് സർക്കാരിനെ വീർപ്പ് മുട്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ഇന്ത്യയുടെ ഒരേ ഒരു പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഈ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നതിനെ കുറിച്ചാണ്. ഇതാ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി എത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ 5 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ തകർത്തിട്ടുണ്ട്. അതിൽ പൈലറ്റുമാരെ ഇന്ത്യ വധിച്ചിട്ടുണ്ട്. മാത്രമല്ല, അവരുടെ ഹാങ്ങറുകളിൽ ഗൗതം ന്യൂസ് ഡെസ്ക് ശരിയാണ്. ഗൗതം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് അതിശക്തമായ തിരിച്ചടിയാണ് ഭാരതം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഭാരതം 5 പാക് വിമാനങ്ങൾ തകർത്തതായി സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. വ്യോമസേനാ മേധാവി AP സിംഗ് തന്നെ അക്കാര്യം വ്യക്തമാക്കുമ്പോൾ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും ആകാതെ പാകിസ്ഥാൻ തോൽവി സമ്മതിക്കുകയായിരുന്നു എന്നൊരിക്കൽ കൂടി വ്യക്തമാവുകയാണല്ലേ? KP അത് തന്നെയാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണത്തിൽ നൂർഖാൻ എയർബേസ് ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ എയർബേസുകൾ വരെ നമ്മൾ അന്ന് ആക്രമിച്ചിരുന്നു. അത് അന്ന് തന്നെ വ്യോമസേന സ്ഥിരീകരിച്ചതാണ്. ഈ നൂർഖാൻ എയർബേസ് എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ആസ്ഥാനമാണ്, അല്ലെങ്കിൽ അവരുടെ തലസ്ഥാന നഗരിയായ ഇസ്ലാമാബാദിനോട് ചേർന്നുള്ള റാവൽപിണ്ടി നഗരത്തിലാണ് ഈ നൂർഖാൻ എയർബേസ്. അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർബേസുകൾ ലക്ഷ്യമാക്കി നമ്മുടെ മിസൈലുകൾ എത്തുകയും പാകിസ്ഥാന് വലിയ തോതിലുള്ള കേടുപാടുകൾ ഓപ്പറേഷൻ സിന്ദൂരിൽ വ്യോമസേന തന്നെ നൽകിയ തിരിച്ചടിയിൽ ഉണ്ടായി എന്ന കാര്യം അന്ന് തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ പാകിസ്ഥാന്റെ എത്ര വിമാനങ്ങൾ തകർന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമ്മുടെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ 5 പോർ വിമാനങ്ങൾ ഭാരതം വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പാക് പോർ വിമാനങ്ങൾ നമ്മൾ വീഴ്ത്തി എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഈ കാര്യത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ നൽകി. അതായത് ഭാരതത്തിൻ്റെ അതിർത്തി ഭേദിക്കാനായി, നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തോടു കൂടിയാണല്ലോ ഈ സംഘർഷത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ഏപ്രിൽ മാസം 22-ാം തീയതി ഇസ്ലാമിക ഭീകരർ
ജമ്മു കശ്മീരിലെ പഹൽഗാമിലേക്ക് എത്തിയ ആയിരക്കണക്കിന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നിലേക്ക് ആയുധങ്ങളുമായി എടുത്തു ചാടുകയും പിന്നീട് കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചതിന് ശേഷം അവർ മുസ്ലിം അല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഈ ഭാരതീയരായ 25 പേരെയും ഒരു നേപ്പാൾ സ്വദേശിയെയും ഈ ഇസ്ലാമിക ഭീകരവാദികൾ വെടിവെച്ച് വീഴ്ത്തുന്നത്. അതിന് തിരിച്ചടി എന്ന നിലയിൽ പിന്നീട് മെയ് മാസം 7-ാം തീയതിയാണ് ഭാരതത്തിൻ്റെ പ്രത്യാക്രമണം ഉണ്ടാക്കുന്നത്. ആ പ്രത്യാക്രമണം നമുക്കറിയാം 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രത്യാക്രമണം നടത്തിയത്. ഒന്ന്, പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ഈ ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകളുടെ ലോഞ്ചിങ് പാഡുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ അറ്റാക്ക് നടത്തി. അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദ്, അതോടൊപ്പം ലഷ്കർ ഇ തൊയ്ബ എന്നീ 2 പ്രധാനപ്പെട്ട ഭീകര ശക്തികൾ വർഷങ്ങളായി ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മുകളിലേക്ക് ഭീഷണിയായി ഉയർന്നു നിൽക്കുന്ന അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ, അവരുടെ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടാണ് ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ നേതൃത്വത്തിൽ വലിയ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മൾ നടത്തിയത്. അതിനുശേഷം പിന്നീട് പാകിസ്ഥാന്റെ പ്രകോപനം തിരിച്ചുണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നീടുള്ള രാത്രികളിൽ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക്, അത് ജമ്മു കാശ്മീർ മാത്രമല്ല, പഞ്ചാബ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഈ ഡ്രോണുകൾ പറത്തിയുള്ള ചില പ്രകോപനമാണ് പാകിസ്ഥാൻ ആദ്യഘട്ടത്തിൽ നടത്തിയത്. ആ ഡ്രോണുകൾ അന്ന് തന്നെ നമ്മുടെ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അപ്പോൾ ഡ്രോണുകളിലുള്ള ഈ പ്രകോപനത്തിൽ നമ്മൾ വീഴില്ല എന്ന് കണ്ട സാഹചര്യത്തിൽ നമ്മുടെ അതിർത്തി ഭേദിച്ചുകൊണ്ട് വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ ചില ശ്രമങ്ങൾ നടത്തി. ആ ശ്രമമാണ് പൂർണ്ണമായി തന്നെ നമ്മുടെ സുരക്ഷാ സേന തകർത്തെറിഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ഭാരതത്തിന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് ഇവിടേക്ക് കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ 5 പോർ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നു എന്ന കാര്യം ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയ വിമാനങ്ങളുടെ എണ്ണമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം തന്നെ പാക് വ്യോമത്താവളങ്ങളിൽ തകർന്ന വിമാനങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല. അത്രത്തോളം കനത്ത ആഘാതം തന്നെയാണ് ഇന്ത്യൻ സേന നടത്തിയത്, അല്ലേ? അത് തന്നെയാണ് കെ പി. അതായത് ഭാരതത്തിൻ്റെ അതിർത്തി ഭേദിക്കാൻ ശ്രമിച്ചതും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ഈ പ്രത്യാക്രമണം അവരുടെ പ്രധാനപ്പെട്ട എയർബേസുകൾ കേന്ദ്രീകരിച്ചും നടത്തിയിരുന്നു. അവിടെയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നൂർഖാൻ എയർബേസിനെ പറ്റി നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇസ്ലാമാബാദിനോട് ചേർത്ത് തന്നെയുള്ളൊരു എയർബേസ് ആണ്. അത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ അവിടെ നിന്നും പറന്നുയരുന്നു എന്നത് മാത്രമല്ല, ആ എയർബേസിനോട് ചേർന്നുള്ള എയർപോർട്ടിൽ നിന്നാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും അവരുടെ VVIP മൂവ്മെൻറ്റുകൾ തന്നെ നടക്കുന്നത് ആ എയർബേസാണ്. അപ്പോൾ നമ്മുടെ മിസൈലുകൾ ചെന്ന് പതിച്ചത് എവിടെയാണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള ഒരു എയർബേസ്, അവരുടെ VVIP മൂവ്മെൻറ്റുകൾ നടക്കുന്ന എയർബേസിലേക്ക് തന്നെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകൾ ചെന്ന് പതിച്ചുകൊണ്ട് കൃത്യമായ സന്ദേശം ഇസ്ലാമാബാദിന് നൽകുകയായിരുന്നു ന്യൂഡൽഹി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ മിസൈലുകൾ പതിച്ച ഘട്ടത്തിലാണ് പിന്നീട് പാകിസ്ഥാൻ തന്നെ ഒരു വെടിനിർത്തൽ എന്ന ആവശ്യത്തിലേക്ക് ഭാരതത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് നമുക്കറിയാം വെടിനിർത്തൽ ഉണ്ടാവുകയും ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ആ സംഘർഷം പൂർണ്ണമായി ഒഴിവാക്കുകയും ഒക്കെയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ AP സിംഗിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായ വിലയിരുത്തൽ വന്നു. എത്ര വിമാനങ്ങൾ തകർത്തു എന്നത് സംബന്ധിച്ചുള്ളൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോഴൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. KP ഗൗതം, നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന നിലപാടുകളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുലിന്റെ പരാമർശങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെയും വിമർശനങ്ങളെയും തകർത്തെറിയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, ഒരു സ്ഥിരീകരണം തന്നെയാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈന്യത്തിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വിമർശനങ്ങളെ, നിലപാടുകളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ചിത്രം തന്നെയാണ് സൈനിക തലവൻ നൽകി കഴിഞ്ഞത്, അല്ലേ? KP അത് തന്നെയാണ്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അനാവശ്യമായ വിവാദങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചു. പ്രത്യേകിച്ച് വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടിയും രാഹുലുമൊക്കെ അതിനായുള്ള ശ്രമം നടത്തി എന്നത് ഒരു വസ്തുത തന്നെയാണ്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി തീർച്ചയായിട്ടും വിശദീകരിക്കുന്നത് 2 കൂട്ടരാണ്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണമുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം കേന്ദ്ര സർക്കാർ
പറയുന്ന കാര്യങ്ങളെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അതേപടി സ്വീകരിക്കണമെന്നില്ല. സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്യുകയോ അതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ സൈന്യം വിശദീകരിക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നത് തെറ്റായ സന്ദേശം നൽകും എന്നത് ഒരു വസ്തുതയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേരുന്നതല്ല. കാരണം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് രാഷ്ട്രമാണ് പരമപ്രധാനമെന്ന് പറയുന്നത്. അതിനാൽ രാഷ്ട്ര സേവനം നടത്തുന്ന, നമ്മുടെ രാജ്യത്തിന് സുരക്ഷയൊരുക്കുന്ന നമ്മുടെ സൈന്യം നടത്തുന്ന വാർത്താ സമ്മേളനത്തെയും സൈന്യം പറയുന്ന കാര്യങ്ങളെയും ചോദ്യം ചെയ്യുന്നൊരു ശൈലി ഈ രാഹുൽ ഗാന്ധിക്കും പുതിയ കോൺഗ്രസ്സുകാർക്കും ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് മാത്രമല്ല, 2019 ഭാരതത്തിൻ്റെ വ്യോമസേന ജെയ്ഷെ മുഹമ്മദിൻ്റെ കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാനിൽ വ്യോമമാർഗം എയർ സ്ട്രൈക്ക് നടത്തുന്ന ഘട്ടത്തിൽ അതിനെ അന്ന് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഭാരതം നടത്തിയ എയർ സ്ട്രൈക്കിൽ അവിടെ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് അവിടെ ചില തെങ്ങും മാവും ഒക്കെ മാത്രമാണ് തകർന്നത് എന്ന രീതിയിലുള്ള പരിഹാസമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തും സമാനമായ രീതിയിലുള്ള പ്രതികരണം ഈ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതാണ്. അതായത് നമ്മുടെ വിമാനങ്ങൾ തകർന്നുവെന്നും നമ്മൾ ഫ്രാൻസിൽ നിന്നും അടുത്ത കാലത്ത് ഇറക്കുമതി ചെയ്ത റഫേൽ പോലെയുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്നും അതിൻ്റെ കണക്ക് പറയണമെന്നുമൊക്കെ. അതായത് ഇത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം പറയുന്ന അതേ ശൈലിയിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ സംസാരിച്ചു എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ച് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ ആ ശൈലിയിലുള്ള സംസാരം ഉയർത്തിപ്പിടിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തിന് നേരെ ചോദ്യം ഉന്നയിക്കുന്നതാണ്. അല്ലെങ്കിൽ സൈന്യം വിശദീകരിക്കുന്ന കാര്യത്തിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ കൃത്യമായ മറുപടി സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഔദ്യോഗികമായി ഉണ്ടാവുകയാണ്. വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 5 പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ വീഴ്ത്തി എന്നുള്ളതാണ്. KP ഗൗതം, ഇവിടെ ഈ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് കൃത്യമായ പ്രത്യാക്രമണം ഭാരത സൈന്യം നടത്തിയപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു. അതായത് അധികകാലം പിടിച്ചു നിൽക്കാൻ ഈ സൈന്യത്തിന് പാക് സൈന്യത്തിന് സാധിക്കില്ല എന്ന്. കാരണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാമ്പത്തികമായും സൈനികമായും എത്രയോ ഭാരതത്തിൻ്റെ മുന്നിൽ താഴോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കീഴിൽ നിൽക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് സാധിക്കില്ല എന്ന്. അവിടെയാണ് കൃത്യമായ രീതിയിൽ ഇന്ത്യയുടെ പോർവിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്, ലക്ഷ്യം ഭേദിച്ചത്. 5 പാക് യുദ്ധ വിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ഈ ആക്രമണത്തിൽ പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സർവനാശം തന്നെയാണ് പാകിസ്ഥാന്റെ ഭൂമികയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയതല്ലേ? KP അതുതന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി സ്വാഭാവികമായും വലിയ തിരിച്ചടി പാകിസ്ഥാന് ഭാരതം നൽകി എന്നത് ഒരു വസ്തുതയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സാഹചര്യം നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ നൽകിയ തിരിച്ചടി, വിശേഷിച്ച് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറിൻ്റെയും കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ജമ്മു കാശ്മീരിലെ പ്രത്യേകിച്ച് POJK കേന്ദ്രീകരിച്ച് നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, അത്തരം ശക്തികളുടെ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി കണ്ടത്. അതിനുശേഷം പിന്നീട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ, ഭാരതത്തിനും അതുപോലെ തന്നെ പാകിസ്ഥാനുമിടയിൽ ഒരു യുദ്ധം തന്നെ, അതൊരു അപ്രഖ്യാപിത യുദ്ധമായിരുന്നു. ഇരു രാജ്യങ്ങളും ഒരു യുദ്ധം എന്ന നിലയിൽ അത് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും 3 ദിവസങ്ങൾ മെയ് മാസം 8, 9, 10 തീയതികളിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നത് ഒരു വസ്തുതയാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഭാരതത്തിന് മുന്നിൽ ഒരു വെടിനിർത്തൽ വേണം എന്ന നിലപാടിലേക്ക് അവർ എത്തി എന്നത് ഒരു വസ്തുതയാണ്. കാരണം ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട എയർബേസുകൾ ഉൾപ്പെടെ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. ബ്രഹ്മോസ് പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യാധുനികമായിട്ടുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടികൾ ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പഹൽഗാമിൽ ആരാണോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ആ ശക്തികൾക്ക് തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള കൃത്യമായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ പാകിസ്ഥാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്തത് എന്താണ്? ഭാരതത്തിൻ്റെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തുകയും ഭാരതത്തിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ പറത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിലപാട് കൃത്യമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയല്ല, മറിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും അവിടുത്തെ സൈനിക സംവിധാനവും അവരുടെ ചാരസംഘടനയായിട്ടുള്ള
കേന്ദ്രമായിട്ടുള്ള ISIയുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനം, ആ ഭീകര ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ ഒരു ജനവാസ കേന്ദ്രത്തിലേക്കും ഭാരതം പ്രത്യാക്രമണം നടത്തിയിട്ടില്ല, മറിച്ച് ഭീകര കേന്ദ്രങ്ങൾ അത് ലക്ഷ്യമിടും എന്ന കൃത്യമായ സന്ദേശം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. POJKയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും അതുപോലെ തന്നെ മറ്റ് പാകിസ്ഥാനിലെ ചില മേഖലകളിലെയും കൃത്യമായ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത ദിവസങ്ങളിൽ അവർ പ്രകോപനം സൃഷ്ടിച്ചത് ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെയും പഞ്ചാബിലെയും രാജസ്ഥാനിലെയും ഒക്കെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഡ്രോണുകൾ പറത്തിയും മിസൈലുകൾ പായിച്ചുമൊക്കെയുള്ള പ്രകോപനമുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് ഭാരതം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർബേസുകളും അവരുടെ ആണവ കേന്ദ്രങ്ങളുടെ തൊട്ടടുത്ത് വരെയും കൃത്യമായി മിസൈലുകൾ എത്തിച്ചും അതുപോലെ തന്നെ ഡ്രോണുകളിലൂടെയുള്ള അറ്റാക്ക് നടത്തിയുമുള്ള പ്രത്യാക്രമണം ഭാരതം നടത്തിയത്. ഇതോടുകൂടി കൃത്യമായി പാകിസ്ഥാന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒരു വെടിനിർത്തലിലേക്ക് എത്തിയില്ല എങ്കിൽ വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി. ഇതേ തുടർന്നാണ് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സംഘർഷത്തിന് വിരാമമാകുന്നത്. പാകിസ്ഥാൻ തന്നെ ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങണം എന്ന ആവശ്യം ഭാരതത്തിന് മുമ്പിൽ വയ്ക്കുകയും പിന്നീട് ഇരു രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് ഒരു ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ വെടിനിർത്തൽ ഔദ്യോഗികമായി ഉണ്ടാവുകയായിരുന്നു. എന്നാൽ നമുക്കറിയാം അതിനകത്തും പിന്നീട് വിവാദങ്ങൾ ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റിന് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ആളുകൾ ഞങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. താനാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചത് എന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തി. അതിനെ ഭാരതം പൂർണ്ണമായി തള്ളിയിരുന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റിന് ഇതിൽ ഒരു തരത്തിലും ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു മൂന്നാം ശക്തിയുടെ മധ്യസ്ഥത ഈ വിഷയത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്ന ഘട്ടത്തിലും രാജ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ട്രംപിന്റെ വാദമുഖങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റ് നടപടികൾ ഉൾപ്പെടെ സ്തംഭിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. KP. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം 5 പാക് വിമാനങ്ങൾ തകർത്തതായി സ്ഥിരീകരിച്ച വ്യോമസേന മേധാവി AP സിംഗ്. പാക് പൈലറ്റുമാർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരണം. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും ശ്രീകാന്തും ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതമും നൽകിയത്.